നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം സത്യത്തിൽ ചരിത്രപരമായ സന്ദർശനമാണ്. വളരെയധികം ബഹുമാനത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ആദരവോടുകൂടിയുമാണ് ഇസ്രായേൽ ജനതയും ഇസ്രായേലിലെ നേതാക്കന്മാരുമെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു എല്ലാ പ്രോട്ടോക്കോളുകളും മാറ്റിവെച്ച് ഭാര്യയോടൊപ്പം വിമാനത്താവളത്തിൽ എത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ച് ആനയിച്ചത്. അതിനുശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായും ഇസ്രായേൽ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായും ഒക്കെയുള്ള ചർച്ചകൾ നടന്നു. തന്ത്രപ്രധാനമായ ചർച്ചകളാണ് നടന്നത്. നിരവധി മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നത്. പ്രതിരോധ മേഖലയിലും വ്യാപാര മേഖലയുമായും ബന്ധപ്പെട്ട ചർച്ചകൾ ലോകം ഉറ്റുനോക്കുന്ന ചർച്ചകൾ തന്നെയാണ്. ആഗോള ഭീകരവാദത്തിനെതിരെ, ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മ ഇന്ത്യയും ഇസ്രായേലും ചേർന്ന് രൂപപ്പെടുത്തിയതിന് ശേഷമാണ് ഇരു രാഷ്ട്ര തലവന്മാരും ഇസ്രായേലിലിരുന്ന് സംസാരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയായി ലോകം വിലയിരുത്തിയ കൂടിക്കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം നടന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയും ഇന്നലെ നടന്നു. അത് മറ്റൊന്നുമല്ല, ഇസ്രായേലിൻ്റെ പാർലമെൻറ്റായ നെസറ്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ അഭിസംബോധനയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിൻ്റെ മനസ്സ് കീഴടക്കിയത് ഈ വാക്കുകളായിരുന്നു. അതായത് ഒക്ടോബർ 7 നടന്ന ഭീകരാക്രമണം ഹമാസിൻ്റെ പേരെടുത്തു തന്നെ പ്രധാനമന്ത്രി പരാമർശിക്കുകയുണ്ടായി. ഹമാസ് നടത്തിയ പ്രാകൃതമായ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഓരോരുത്തരുടെയും കുടുംബങ്ങളോടൊപ്പം 140 കോടി ഇന്ത്യൻ ജനത നിൽക്കുന്നു. അവരുടെ ആദരാഞ്ജലികൾ ഞാൻ അറിയിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഭീകരാക്രമണങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങൾക്കെതിരായിട്ടുള്ള, ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഇസ്രായേലിൻ്റെ പോരാട്ടത്തിൽ ഇന്ത്യ എപ്പോഴും ഇസ്രായേലിനോടൊപ്പം നിൽക്കും എന്ന ഉറച്ച ഒരു വാഗ്ദാനമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ നിന്നുകൊണ്ട് പറഞ്ഞത്. ഈ വാക്കുകൾ കേട്ടയുടനെ പാർലമെൻറ്റ് അംഗങ്ങളെല്ലാം എണീറ്റ് നിന്ന് കൈയടിക്കുകയായിരുന്നു. കാരണം രാജ്യത്തെ നടുക്കിയ ഒരു ഭീകരാക്രമണമാണ് ഒക്ടോബർ 7 നടന്നത് 2 വർഷങ്ങൾക്ക് മുമ്പ്. ആ ആക്രമണം സത്യത്തിൽ ഈ അടുത്ത കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. നിരവധി ആളുകളാണ് ആ ഭീകരാക്രമണത്തിൽ മരിച്ചത്. ആ മരിച്ചവരിൽ നിരപരാധികളുണ്ട്, പട്ടാളക്കാരും പോലീസുകാരും എല്ലാം ഉണ്ട്. ഇസ്രായേലിനെതിരെ റോക്കറ്റ് ആക്രമണം നടത്തുകയും ആ റോക്കറ്റ് ആക്രമണത്തിൻ്റെ മറവിൽ അതിർത്തി കടന്ന് കരയിലൂടെയും കടലിലൂടെയും ഹമാസിൻ്റെ ഭീകരവാദികൾ ഇസ്രായേലിലേക്ക് കടക്കുന്നതും ഒക്കെയാണ് നമ്മൾ അന്ന് കണ്ടത്. അന്ന് ഈ ഭീകരവാദികൾ, രാജ്യത്തിനകത്ത് കണ്ട ഭീകരവാദികൾ കണ്ണിൽ കണ്ടവരെയെല്ലാം വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഇസ്രായേലിലെ പാവപ്പെട്ടവർ താമസിക്കുന്ന വീടുകളിലേക്ക് കയറി അവരെ ആക്രമിക്കുന്നു. വീടുകളിൽ കയറി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു. വീടുകളിൽ കൊള്ള നടത്തുന്നു. അതിനുശേഷം നിരവധി ആളുകളെ, ഇസ്രായേൽ പൗരന്മാരെ ബന്ദികളാക്കി തിരിച്ച് ഇവർ പലസ്തീനിലേക്ക് പോവുകയുമാണ് ചെയ്തത്. തുടർന്നാണ് വലിയ പോരാട്ടം നടന്നത്. ഇസ്രായേലിൻ്റെ തിരിച്ചടി അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഉണ്ടായി. ഗാസ എന്ന നഗരം പൂർണ്ണമായും ഇന്ന് നാമാവശേഷമാണ്. ഹമാസിലെ ഈ പറയുന്ന ഹമാസ് ഭീകരവാദികളെയെല്ലാം ഓരോന്നോരോ ഭീകരവാദികളെയായും ഇസ്രായേൽ തീർത്തു. ഹമാസിൻ്റെ ഏതാണ്ട് അറ്റം കാണുന്നത് വരെയുള്ള ഒരു പോരാട്ടം കഴിഞ്ഞ ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ തന്നെ ഇപ്പോൾ ഇസ്രായേൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഹമാസിനെയും ഹിസ്ബുള്ളയെയും അതുപോലെ തന്നെ ഇറാൻ്റെ ആണവ മോഹങ്ങളെയെല്ലാം ഇസ്രായേൽ തകർത്തു എന്ന് തന്നെ പറയണം. അങ്ങനെ വലിയൊരു പോരാട്ടത്തിന് തുടക്കം കുറിച്ചത് ഈ ഭീകരാക്രമണത്തിൽ നിന്നാണ്. ലോകം തന്നെ നടുങ്ങിയ ഭീകരാക്രമണം, വളരെ പ്രാകൃതമായ ഭീകരാക്രമണമായിരുന്നു. ആ ഭീകരാക്രമണത്തെക്കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൃദയസ്പർശിയായ രീതിയിൽ ഇസ്രായേൽ പാർലമെൻറ്റിൽ സംസാരിച്ചത്. ആ സംസാരം, അല്ലെങ്കിൽ ആ വാക്കുകളാണ് ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിനെ വളരെയധികം ആവേശത്തിലാഴ്ത്തിയതും, അല്ലെങ്കിൽ അവർ നരേന്ദ്രമോദിയെ ചേർത്ത് പിടിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഇസ്രായേൽ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇസ്രായേലിനും തമ്മിൽ അത്രമാത്രം അടുത്ത ബന്ധമുണ്ട്. ഇസ്രായേൽ എന്ന രാഷ്ട്രം നിലവിൽ വന്നതിന് ശേഷം 2017 വരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശിക്കുന്നത് വരെയും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആ രാജ്യത്തിലേക്ക് സന്ദർശനം നടത്തിയിരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ ഒരു നാണക്കേടിന് അറുതി വരുത്തിയത്. ആ ഒരു അനീതിക്ക് അറുതി വരുത്തിക്കൊണ്ട് ഇസ്രായേലിനൊപ്പം നിൽക്കുക എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഇസ്രായേലിലേക്ക് യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പർശിയായ വാക്കുകൾ അത്രമാത്രം വില കൽപ്പിച്ചുകൊണ്ടാണ്, എഴുന്നേറ്റ് നിന്ന് കയ്യടികളോടുകൂടിയാണ് ഇസ്രായേൽ പാർലമെൻറ്റ് അതിനെ സ്വീകരിച്ചത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.
ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.